നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് ആണ്. ദ ഹാങ്ഡ് മാൻ ആണ്. ഈ റിലേഷനിൽ നിങ്ങൾ തമ്മിലുള്ള കണക്ഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പം സ്റ്റെക്കായി നിൽക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ റിലേഷൻ ഒന്ന് സ്റ്റെക്കായി പോയിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇത് മുന്നോട്ട് പോകുന്നില്ല. ഇവിടെ ഈ റിലേഷനിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാവോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന എനർജിയാണ്. ഇവിടെ ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു മൂവ്മെന്റും ഇപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും രണ്ടുപേരും ഒരു എഫേർട്ട് ഇടാതെ ഇതില് രണ്ടുപേരും ഒരു സെപ്പറേഷനിൽ നിൽക്കുന്ന എനർജിയാണ് കാണിക്കുന്നത്. നൈറ്റ് ഓഫ് സോർട്സ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് മുന്നോട്ട് ഒരു ആക്ഷൻ ഉണ്ടാവും എന്ന് കാണിക്കുന്നുണ്ട്. അവരൊരു ഡിസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലോട്ട് മാറുന്നതായിട്ടാണ് കാണുന്നത്. സ്റ്റെക്കായി നിന്നിരുന്നിടത്ത് നിന്ന് ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ള ഒരു ചിന്തയിലോട്ട് നിങ്ങളുടെ പേഴ്സൺ മാറിയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ദ മൂൺ കാർഡാണ്. ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഒരു ചേഞ്ച് വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സ്നേഹവും ഫീലിങ്സ് ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ഇവിടെ മൂൺ കാർഡ് കാണിക്കുന്നത് അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അവർക്ക് അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്നു. ചില സമയത്ത് അവർ ഇമോഷണലി ഭയങ്കരമായിട്ട് വീക്കായി പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം ഇവർക്ക് ഈ ഒരു റിലേഷനോട് വരാനുള്ള ഒരു ടെൻഡൻസി ഭയങ്കരമായിട്ടുണ്ട്. നിങ്ങളോടുള്ള ആ ഒരു ഇമോഷണൽ കണക്ഷൻ അവിടെ ഇപ്പോഴും നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു കണക്ഷന്റെ ബേസിൽ അവർ അസ്വസ്ഥരാവുന്നുണ്ട്. ഈ റിലേഷനോട്ട് വരാതെ മാറി നിൽക്കുന്നത് അവരെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ക്യൂൻ ഓഫ് സോഴ്സ് എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷനിലോട്ട് വന്നിട്ടുണ്ടാവുക. എന്തെങ്കിലും വഴക്കിന്റെ പുറത്തായിരിക്കാം, അല്ലെങ്കിൽ വാശി, ഒരു ഈഗോ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം ഈ ഒരു റിലേഷനിൽ ഇങ്ങനെ ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോട്ട് ഈ റിലേഷൻ പോയിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു ഈഗോ ഉള്ള ഒരു എനർജി കാണിക്കുന്നത്. ഈഗോ മാത്രമല്ല, അവർക്കൊരു വാശിയും ദേഷ്യവും ഒക്കെ ഉള്ള ഒരു എനർജിയാണ്. പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ആവുന്ന, അല്ലെങ്കിൽ പെട്ടെന്നൊരു ദേഷ്യം വരുന്ന, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ദേഷ്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു വാശിയിൽ നിൽക്കുന്ന എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ഇവിടെ മുന്നോട്ടൊരു ആക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ മുന്നോട്ട് ഈ റിലേഷനിലൊരു കമ്മിറ്റ്മെന്റിലോട്ട് ഈ റിലേഷൻ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമെന്നാണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സണ് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ റിലേഷനിലോട്ട് തിരിച്ചു വരാനുള്ള ഒരു ടെൻഡൻസി അവർക്കുണ്ട്. ഈ റിലേഷനിൽ ഇനി മുന്നോട്ട് വന്നാൽ ഇവിടെ ഈ റിലേഷനിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കമ്മിറ്റ്മെന്റ് വേണം, കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സണുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ചിലർക്കാണെങ്കിൽ ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഡൊമിനൻ്റ് ആയിട്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂ ഇല്ലാത്ത രീതിയിൽ അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പിന്നെ അവർ എല്ലാ കാര്യത്തിനും അവരുടെ ഭാഗം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സെൽഫിഷായിട്ട് നിങ്ങളെ വേദനിപ്പിക്കുന്നത്, അത് മനഃപൂർവ്വമായിരിക്കില്ല, അവരുടെ ഒരു ക്യാരക്ടർ തന്നെ അങ്ങനെ ആയിരിക്കാം. അവർ പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ അവരെടുക്കുന്ന ഡിസിഷൻസ് ആണ് ശരി എന്നുള്ള രീതിയിൽ നിങ്ങളെ വേദനിപ്പിച്ച് അവർ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, അവിടെ അങ്ങനെയുള്ള റിലേഷൻ നിങ്ങൾക്കൊരു സഫറിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള കണക്ഷനിൽ നിൽക്കാതിരിക്കുക. അങ്ങനെയുള്ള കണക്ഷൻസ് ഇപ്പോഴേ, അതായത് നമ്മളൊരു റിലേഷനിലാവുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളൊരു പ്രണയിക്കുന്ന ഒരു ഫേസിൽ തന്നെ ആളുടെ ക്യാരക്ടർ അങ്ങനെ ആവുമ്പോൾ, നമ്മൾ ഒരു ലൈഫിലോട്ട് കടക്കുക എന്ന് പറയുമ്പോൾ ഒരു റിയൽ ലൈഫാണ് അവിടെ നമുക്ക് ഈ ഒരു ഇപ്പൊ സ്നേഹിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല ആ സമയത്ത് ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ടൈമാണ്. കുറച്ചുകൂടി സീരിയസ് ആവുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. ആ സമയത്ത്
ഇപ്പോഴേ ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടറുള്ള പേഴ്സൺ ആകുമ്പോൾ ആ സമയത്ത് ആ പേഴ്സണെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ആ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പോഴേ അങ്ങനെയുള്ള ഒരു റെഡ് അപ്പോൾ ഇപ്പോഴേ അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കണക്ഷൻസ് ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയുള്ള കണക്ഷൻസ് നിങ്ങൾ കട്ട് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അത് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഇപ്പോൾ സഹിച്ചാൽ മുന്നോട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവില്ല. ഇപ്പം നിങ്ങളൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മാത്രമായിരിക്കില്ല, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. അവിടുത്തെ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റ് ആണ്. അവിടെ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ള ഒരാളെ വീണ്ടും ഒരു ഫ്യൂച്ചറിൽ ഒരു പാർട്ട്ണറായിട്ട് സ്വീകരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോഴത്തെ ഒരു കംഫർട്ട് മാത്രം നോക്കി നിങ്ങൾ മുന്നോട്ട് പോയാൽ ലൈഫ് ലോങ് സഫർ ചെയ്യേണ്ടി വരും. ഓക്കെ, ദ ചാരിയറ്റ് ആണ്. മുന്നോട്ട് നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത്. ഇതിലോട്ട് വരാനുള്ള ഒരു ടെൻഡൻസി അവർ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ഈ പേഴ്സൺ സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്. സ്നേഹം ഉണ്ടായിരിക്കും, പക്ഷെ എന്നാലും സ്നേഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ ചില നെഗറ്റീവ് ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ ചില സ്വഭാവങ്ങൾ നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഈ റിലേഷൻ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു എനർജിയാണ്. ലൈഫ് ലോങ് ഈ ഒരു കണക്ഷൻ വേണം എന്നുള്ള രീതിയിൽ ഇത് നഷ്ടപ്പെടുത്താതെ ചേർത്ത് പിടിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അവർക്ക് ഈ റിലേഷൻ വേണം, ഇത് നഷ്ടപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. ദ എംബ്രർ എനർജിയാണ്. ഭയങ്കര ഈഗോയിസ്റ്റിക് ആണ്. ഇമോഷൻസിനൊന്നും അങ്ങനെ വാല്യൂ കൊടുക്കുന്ന ഒരാളല്ല, ഇമോഷൻസിന്റെ പുറത്ത് വീഴുന്ന ആളും അല്ല കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഒന്ന് കരയുവാണെങ്കിൽ ആ ഒരു കരച്ചിലൊന്നും അങ്ങനെ മെയിൻറ്റ് ആക്കുന്ന ഒരാളല്ല, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ഇമോഷണലി വീക്കായി എന്തെങ്കിലും പറഞ്ഞാലും അതങ്ങോട്ട് ഉൾക്കൊള്ളുന്ന ഒരാളല്ല എന്നാണ് കാണിക്കുന്നത്. കാരണം അത്ര ഈഗോ ഉണ്ട്, അങ്ങനെ ഇമോഷൻസ് അല്ലെങ്കിൽ ഇമോഷണലി ഒരുപാട് വീക്കായി പോകുന്ന ഒരാളല്ല, ആ കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ ബോധേഡ് ആയിട്ടുള്ള ഒരാളല്ല എന്നാണ് കാണിക്കുന്നത്. പക്ഷെ അവരുടെ മനസ്സിൽ സ്നേഹമുണ്ട്, അത് അവരങ്ങനെ ഒരുപാട് എക്സ്പ്രസ് ചെയ്യില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം. ട്രസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ റിലേഷനിൽ എത്രമാത്രം ട്രസ്റ്റ് ഉണ്ട്, ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവും അല്ലെങ്കിൽ ലൈഫ് ലോങ് എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ഈ പേഴ്സണുമായിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. ലിസ്റ്റൻ ടു യുവർ ഇൻഡ്യൂഷൻ എന്നതാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും ഈ റിലേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളൊരു ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇത് നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ ഈ റിലേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് സയൻസ് തരും. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഈ റിലേഷൻ നിങ്ങൾക്ക് നല്ലതല്ല കേട്ടോ എന്നുള്ളത്. പക്ഷെ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ജൂലൈ, ഉത്രട്ടാതി, കാർത്തിക, ലെറ്റർ എഫ് 1990, 2000, ലെറ്റർ ഡബ്ല്യു, മെയ്, ഉത്രാടം 1995, പൂയം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.